അപ്പോൾ ഇന്ന് നമുക്ക് എൻ്റെ ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് കാണാം. ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണ് ഞാൻ. ഇപ്പൊ അരിയൊക്കെ അടപ്പിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാത്രം എല്ലാം കഴുകി ഒരു സൈഡിലേക്ക് ഇതേ ഒതുക്കിയിട്ടുണ്ട്. സിങ്കൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത്, എനിക്ക് എപ്പോഴും സിങ്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. ഇനി ഉച്ചത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കണം. അപ്പൊ അധികം കറികളൊന്നുമില്ല. ഞാൻ ഭയങ്കര ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലഞ്ചാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഞാനിവിടെ കുറച്ച് പനീർ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാനിൽ കുറച്ച് എണ്ണ വെച്ചിട്ട് ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഇതെൻ്റെ മോന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അവന് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് മിക്കവാറും വീട്ടിൽ കാണുന്ന ഒരു ഡിഷാണ് ഈ ഒരു സംഭവം. അതുപോലെ തന്നെ ഇതിൻ്റെ കറിയും ഇടയ്ക്ക് വെക്കാറുണ്ട്. ഇപ്പം ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കറി വെക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തോരനാണ്. ഇപ്പോൾ പാവയ്ക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്പാന്ന് വിചാരിക്കേണ്ട. അത് ഈ പാവയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് ഒരു 3 എണ്ണം, പിന്നെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ വേണം, പിന്നെ ഒരു മുറി തക്കാളി വേണം. അപ്പൊ ഈ തക്കാളി ഇടുമ്പോഴുണ്ടല്ലോ ഈ പാവയ്ക്കയുടെ ആ ഭയങ്കരമായിട്ടുള്ള കയ്പൊന്ന് കുറയും. നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കൂ. കടുക് വറുത്തിട്ടുണ്ട്, വറ്റൽമുളക്, സവാള, ഇതെല്ലാം ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് തക്കാളി, ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പാവയ്ക്ക കൊത്തി അരിഞ്ഞു വെച്ചത് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു അല്പം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഓക്കെ, അപ്പൊ ഈ പാവയ്ക്കത്തോര ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കൂ. അപ്പൊ ഇത് എൻ്റെ അമ്മയുടെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പാവയ്ക്കത്തോരൻ ഉണ്ടാക്കി എന്തായാലും മിക്കവാറും എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. കഴിക്കാനൊട്ടും ഇഷ്ടമില്ലാത്തവരും, പക്ഷെ ഭയങ്കര ഹെൽത്തിയുമാണ് സംഭവം. പനീറൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴത്തേക്കും തേങ്ങ ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അപ്പം അടിപൊളി തോരനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. പാവയ്ക്ക കഴിക്കാത്തവർ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. ഒന്ന് കഴിച്ചു നോക്കൂ. ഞാൻ നമ്മുടെ ബ്യൂട്ടി ചാനൽ ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇതിലും അങ്ങനെ പറയുന്നു. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിച്ച കുറച്ച് കടലക്കറി ഉണ്ട്. അപ്പോൾ അതും നമ്മൾ ലഞ്ചിൽ ഒരു കറിയായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതേ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞു. അടുക്കള എല്ലാം ക്ലീൻ ആക്കി ഒതുക്കി ഞാൻ ഇനി ഇവിടുന്ന് അങ്ങനെ പോവാണ്. പിന്നെ ഞാൻ മറക്കാതെ എപ്പോഴും ചെയ്യുന്ന കാര്യം വെള്ളം ധാരാളം കുടിക്കും. ഓക്കെ, അപ്പോൾ ഇതെൻ്റെ ഒരു റുട്ടീനിലെ ഒരു മെയിൻ ഘടകമാണ്. പിന്നെ ഞാൻ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞ് നേരെ യൂട്യൂബൊക്കെ എടുത്തിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കും. റിലാക്സ് ചെയ്തിട്ട് അങ്ങനെ കിടക്കും. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനിൽ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ ഉള്ളൂന്ന്. പിന്നെ ബാക്കി അച്ചാറുണ്ട്, പിന്നെ ഇടിച്ച ചമ്മന്തി ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണെന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ ഒരു പ്ലാൻ തയ്യാറാകും. നെക്സ്റ്റ് വീഡിയോ ഇനി എന്ത് വേണം, അടുത്ത ടോപ്പിക്ക് എന്തായിരിക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഓരോരോ ടോപ്പിക്കൊക്കെ ഞാൻ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. അപ്പം ഇതനുസരിച്ചിട്ടായിരിക്കും പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഓരോന്ന് ചെയ്തു തുടങ്ങുന്നത്. ഇനി ഞാൻ നേരെ പോയി ഊണൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഷൂട്ടിങ്ങിലേക്ക് പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ലഞ്ച് കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയാം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.